ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോ ഇസ്തംബൂളിലെ വിശേഷങ്ങളാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ കൈസേരി എയർപോർട്ടിലേക്ക് പോവാണ്. നല്ല ഉറക്ക ക്ഷീണമുണ്ട് മുഖത്ത്. ഈ ടർക്കി ട്രിപ്പ് മുഴുവനും നന്നായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് മോള് പറഞ്ഞു മോൾക്ക് വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ സൈഡിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി അവിടെ ഒരു കഫേ ഉണ്ടെന്ന്. മോളുടെ സ്ഥിരം പരിപാടിയാണിത്. അവിടെ നിന്നൊരു ചിക്കൻ റാപ്പും കുക്കിയും വാങ്ങി കഴിച്ച് ഞങ്ങൾ ഇസ്തംബൂളിലേക്ക് പുറപ്പെട്ടു. ഇസ്തംബൂൾ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ടയർ നിലത്ത് ടച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് മുകളിലേക്ക് ഉയർന്ന് വീണ്ടും പറക്കാൻ തുടങ്ങി. ഒരു 15 മിനിറ്റോളം ഇങ്ങനെ ഉയർന്ന് പറക്കാൻ തുടങ്ങി. അപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ നിന്ന് എല്ലാവരും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും ടർക്കിഷ് പീപ്പിൾ ആയതുകൊണ്ട് അവരെന്താ പറയുന്നത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, ഫസ്റ്റ് ലാൻഡിങ് അറ്റംപ്റ്റ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, ഇനിയൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ലാൻഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലാൻഡ് ചെയ്ത് ലഗേജൊക്കെ പിക്ക് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് വന്ന് നിന്നു. ഇവിടെ നിന്നാണ് നമ്മളുടെ ഹോട്ടൽ ട്രാൻസ്പോർട്ടേഷനെ നമ്മളെ പിക്ക് ചെയ്യുന്നത്. നമ്മൾ ഇത്തവണ ടക്സിൻ സ്ക്വയറിന് അടുത്തുള്ള ഹോട്ടലിലാണ് ബുക്ക് ചെയ്തിരുന്നത്. കഴിഞ്ഞ തവണ ഫാത്തിഹിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. ലഗേജൊക്കെ റൂമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വെറ്റ് ബർഗർ കഴിക്കാനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ അങ്ങോട്ടേക്കുള്ള നടത്തം അതികഠിനമായിരുന്നു. നല്ല കുന്ന് കയറി വേണം നടക്കാൻ. അങ്ങനെ ബർഗർ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു റാപ്പും വാങ്ങി, ഒക്കെ കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് ടക്സിൻ സ്ക്വയറിലേക്ക് നടന്നു. കഴിഞ്ഞ തവണ ഇസ്തംബൂളിൽ വന്നപ്പം ഒരുവിധ അട്രാക്ഷൻസുകളൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ കാണാത്ത അട്രാക്ഷൻസുകൾ കാണുക, പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് ഇത്തവണത്തെ ഉദ്ദേശം. കഴിഞ്ഞ തവണ ടക്സിൻ സ്ക്വയറിൽ വന്നപ്പോൾ ഈ റെഡ് ട്രാം കാണാൻ പറ്റിയിരുന്നില്ല. ആ സങ്കടം ഇത്തവണ അങ്ങ് മാറി. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ റെഡ് ട്രാം വർക്കിംഗ് ആയിരുന്നില്ലെന്ന് തോന്നുന്നു. കാരണം ഒരു ദിവസം മുഴുവനും ഞങ്ങൾ ടക്സിൻ സ്ക്വയറിൽ ചിലവഴിച്ചിരുന്നു. അന്ന് മുഴുവനും ഞങ്ങൾക്ക് ഈ റെഡ് ട്രാം കാണാൻ പറ്റിയിരുന്നില്ല. ഞാൻ ടക്സിൻ സ്ക്വയറിൽ പോയതിൻ്റെ മെയിൻ റീസൺ ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ കണ്ട ഈ റെഡ് ട്രാം കാണുക എന്നുള്ളതായിരുന്നു. അത് കാണാതായിരുന്നപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഒരുപാട് വീഡിയോ അങ്ങ് എടുത്തു. ഇതാണ് ടർക്കിഷ് സിമിറ്റ്. ബേഗലിൻ്റെ ടേസ്റ്റാണ്, പക്ഷേ സെസമി സീഡ് കോട്ടഡ് ആണ്. ഞാൻ ഒഴിച്ച് ബാക്കി ആരും സിമിറ്റ് കഴിക്കാത്തത് കൊണ്ട് റോസ്റ്റഡ് ചെസ്നട്ടും കോണും വാങ്ങി കഴിച്ചു. ചെസ്നട്ട് നിഷാദിൻ്റെ ഫേവറേറ്റും കോണ് മോളുടെ ഫേവറേറ്റും ആണ്. അതിൽ നിന്നൊക്കെ കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു സോഫ്റ്റ് വാങ്ങി കഴിച്ചു. പിന്നെ ടർക്കിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കഴിക്കണമെന്ന് വിചാരിച്ച ഈ ഒരു സംഭവം കഴിച്ചു നോക്കി. മിഡിയെ ഡോൾമ അല്ലെങ്കിൽ സ്റ്റഫ്ഡ് മസിൽ, അതായത് നമ്മളുടെ കല്ലുമ്മക്കായയിൽ ചോറ് നിറച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് കഴിച്ചതെങ്കിലും സത്യത്തിൽ ആ ടേസ്റ്റ് അങ്ങ് എനിക്ക് ഇഷ്ടമായില്ല. നടക്കുന്നതിനിടയിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു ചേർച്ച് കണ്ടു. സെയിൻറ്റ് ആൻ്റണി ഓഫ് പാഡുവ എന്നാണ് ഈ ചേർച്ചിൻ്റെ പേര്. പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് അറിയില്ല. ഇസ്തംബൂളിലെ ലാർജസ്റ്റ് റോമൻ കാത്തലിക് ചേർച്ചാണിത്. ആയിരത്തി 1725 പണി കഴിപ്പിച്ച പഴയ ചേർച്ച് 1906 1912 ഇടയിൽ പുതുക്കി പണിതതാണ്. വെനീഷ്യൻ നിയോ ഗോത്തിക് സ്റ്റൈലിലാണ് ഇപ്പോൾ ഉള്ള ചേർച്ച് ഉള്ളത്. ചേർച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടന്നു. ടക്സിൻ സ്ക്വയറിൻ്റെ പ്രത്യേകത എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒന്നുകിൽ സ്റ്റെപ്പ് ഇറങ്ങണം അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറണം. നടക്കുന്നതിനിടയിൽ കണ്ട നല്ലൊരു ഭംഗിയുള്ള കഫേയാണ്. സ്റ്റെപ്പ് ഇറങ്ങി വേണം അവിടേക്ക് പോവാൻ. ടക്സിൻ സ്ക്വയറിലൂടെ കുറച്ച് നടന്നു. ഷോപ്പിങ്ങിനായിട്ട് കുറച്ച് ഷോപ്പിലൊക്കെ കയറിയെങ്കിലും ഒന്നും വാങ്ങിയില്ല. പിന്നെ ജ്യൂസൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ നടന്നു. പിന്നീട് ഞങ്ങൾ പോയത് ഗലാട്ട ടവറിൻ്റെ ഭാഗത്തേക്കാണ്. ഗലാട്ട ടവറിൻ്റെ ഭാഗത്തേക്ക് എന്തിനാ പോകുന്നതെന്ന് നിങ്ങൾക്കൊരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതെ, സാൻ സെബാസ്റ്റ്യൻ കേക്ക് കഴിക്കാനായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ എനിക്കൊരു അമളി പറ്റി. ഈ വൈറലായ സാൻ സെബാസ്റ്റ്യൻ കേക്ക് കിട്ടുന്ന ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയിരുന്നു. പകരം ഞാൻ ഈ കാണുന്ന ഷോപ്പിൽ കയറി പിസ്താഷ്യോ സാൻ സെബാസ്റ്റ്യൻ കേക്കും ക്യാപ്പച്ചിനോയും വാങ്ങി കഴിച്ചു. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പോകുന്ന കേക്ക് ഷോപ്പിൻ്റെ പേര് വിയന്ന എന്നാണ്. അതിൻ്റെ ടേസ്റ്റുമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടുത്തെ സാൻ സെബാസ്റ്റ്യൻ കേക്കല്ലേ കഴിച്ചിട്ടുള്ളൂ. എനിക്കെന്തായാലും ഈ കേക്ക് നല്ല പോലെ ഇഷ്ടമായി. ഗലാട്ട ടവറിനെ ദൂരെ നിന്ന് കാണുക എന്നതല്ലാതെ അടുത്ത് പോയി കാണുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ലായിരുന്നു. അത്രക്ക് തിരക്കായിരുന്നു അതിന് ചുറ്റിലുമായിട്ട്.
ഞാൻ പറഞ്ഞ വിയന്ന എന്ന ഷോപ്പിൽ വന്നിട്ട് സാൻ സെബാസ്റ്റ്യൻ കേക്ക് കഴിക്കണമെങ്കിൽ ഇവിടെ വരണം. ഇവിടെയാണ് വിയന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഉള്ളത്. ആ ഷോപ്പിൻ്റെ നേരെ മുമ്പിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഗലാട്ട ടവർ കാണാൻ പറ്റുന്നതാണ്. നല്ല തിരക്കായിരുന്നു ഈ ഒരു ഏരിയയിൽ. എന്നാലും ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ ഞാൻ മറന്നില്ല. ഗലാട്ട ടവറിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ പിന്നെ പോയത് ഗ്രാൻഡ് ബസാറിലേക്കാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഗ്രാൻഡ് ബസാർ കാണാൻ പറ്റിയിരുന്നില്ല. വലിയ പെരുന്നാൾ ദിവസമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ തവണ ഇസ്തംബൂളിൽ വന്നിരുന്നത്. വലിയ പെരുന്നാൾ ദിവസവും അതിനടുത്തുള്ള ദിവസങ്ങളിലൊക്കെ ഗ്രാൻഡ് ബസാർ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നില്ല. നിങ്ങൾ വരുമ്പോൾ ഗ്രാൻഡ് ബസാർ കാണണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ബാങ്ക് ഹോളിഡേയ്സിനല്ല വരുന്നതെന്ന് ഉറപ്പാക്കുക. കാരണം ബാങ്ക് ഹോളിഡേയ്സിന് ഗ്രാൻഡ് ബസാറും വർക്കിംഗ് ആയിരിക്കുകയില്ല. ഗ്രാൻഡ് ബസാർ ഒരു വലിയ ലോകം തന്നെയാണ്. ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ. പിന്നെ നല്ല കത്തിയാണ്. ബാർഗെയിൻ ചെയ്യാൻ അറിയെങ്കിൽ രക്ഷപ്പെടും. ഞങ്ങൾ അവിടുന്ന് വാങ്ങിയത് പലതരം ടീ ആണ്. ആപ്പിൾ ടീ, പോമഗ്രാനറ്റ് ടീ ഒക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. നല്ലപോലെ ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിയതാണ്. കഴിഞ്ഞ തവണ വാങ്ങിയപ്പോൾ ഇഷ്ടമായ കുറച്ച് ടീകളായിരുന്നു ഇതൊക്കെ. ഗ്രാൻഡ് ബസാറിന് അടുത്തായിട്ടുള്ള ബയേസിത്ത് മോസ്കാണിത്. ഞങ്ങൾ നിസ്കരിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്ന് എടുക്കാമെന്ന്. സെൻട്രലായിട്ട് കാണുന്നത് വുദു എടുക്കുന്ന സ്ഥലമാണ്, അതായത് അബ്ലൂഷൻ ഫൗണ്ടെയിൻ. ഇതേ രൂപത്തിലുള്ള കുടിവെള്ളത്തിനായിട്ടുള്ള ഫൗണ്ടെയിനുകളിൽ ഇസ്തംബൂളിൻ്റെ പലയിടങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ടർക്കിയിലെ ഒരുവിധ എല്ലാ പള്ളികളുടെയും ഇൻറ്റീരിയർ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഓരോ പള്ളിയിൽ കയറുമ്പോൾ എനിക്കൊരു അത്ഭുതമാണ്. അതുകൊണ്ട് വീഡിയോസ് എന്തായാലും ഞാൻ എടുക്കും. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കഫ്തേസി യൂസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് ഞങ്ങൾ പോയത്. കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഷോപ്പൊക്കെ കണ്ടെത്തിയിട്ട് പോയത്. ഒരുപാട് പ്രതീക്ഷയോടെ പോയതാണ്. ഒരുപാട് റിവ്യൂ ഒക്കെ കണ്ടിട്ടുള്ളൊരു ഷോപ്പാണ്. പക്ഷെ നിരാശയായിരുന്നു ഫലം. രാത്രി ആയതുകൊണ്ടാണോ എന്നറിയില്ല, അവിടുത്തെ ഫുഡൊക്കെ കുറച്ച് ഡ്രൈ ആയിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവിടുന്ന് റൂമിലേക്ക് പോകാനുള്ള ടാക്സി കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി. 10:30 ആയിരുന്നു സമയം. അതുകൊണ്ട് ടാക്സികളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം ഒരു ടാക്സി കിട്ടി. ഞങ്ങൾ റൂമിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ആ ദിവസം അതോടെ അവസാനിച്ചു. ഞങ്ങളുടെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത് ഇസ്തംബൂളിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടായിട്ടുള്ള നമിൽ ഗുർമെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. കാരക്കോയിലാണ് ഇതുള്ളത്. ഒന്നും പറയാനില്ല, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്ഥലം ഞങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാത്തിനും. പ്രത്യേകിച്ച് ക്രീം ആൻഡ് ഹണി കോമ്പിനേഷൻ സൂപ്പറായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ആൾ സമാധാനത്തോടെ വീഡിയോ ഷൂട്ട് ചെയ്യാണ്. പിന്നീട് ഞങ്ങൾ ബക്ലവ വാങ്ങാനായിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കാരക്കോയ് ഗുലോഗ്ലൂവിൽ പോയി. പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല. ഹാഫിസ് മുസ്തഫയിലാണല്ലോ സ്വതവേ അധികം പേരും ബക്ലവ വാങ്ങാനായിട്ട് പോവാറ്. കഴിഞ്ഞ തവണ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇത്തവണ വാണ്ടറിങ് ഫുഡിയുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ പോവാമെന്ന് വിചാരിച്ചു. നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. ഒരുപാട് ഇഷ്ടമായി ഇവിടുത്തെ ബക്ലാവ. പിന്നെ ഈ ഒരു സംഭവം ബക്ലാവ വിത്ത് ഐസ്ക്രീം അടിപൊളിയായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഇവരുടെ ഡൈനിങ് സെക്ഷനിലായിരുന്നു. അവിടെ നിന്ന് ബക്ലാവ വിത്ത് ഐസ്ക്രീമും ടർക്കിഷ് ടീയും കുടിച്ചിട്ട് അവിടെ അടുത്ത് തന്നെയായിട്ട് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ബക്ലാവ ഖത്തറിലേക്ക് കൊണ്ടുപോകാനായിട്ട് വാങ്ങി. ഇതാണ് ഞങ്ങൾ വാങ്ങിയത്. ഒരുപാട് ദിവസം കഴിക്കാനുണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും പക്ഷെ ഒരു ദിവസം കൊണ്ട് അത് കാലിയായി. ഇനി നമുക്കൊരിടത്തേക്ക് പോവാൻ ഇവിടുന്ന് ടാക്സി എടുക്കണം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ടാക്സി എടുക്കാൻ പോകുന്ന സമയത്ത് കണ്ടൊരു മോസ്കാണ് ഇവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള മോസ്ക്, കിലിസ് അലി പാഷ മോസ്ക്. അങ്ങനെ ടാക്സി എടുത്തിട്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫെനറൻ ബലാത്ത് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇസ്തംബൂളിൻ്റെ അയൽ പ്രദേശമാണിത്, ഫെനറും ബലാത്ത്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. ഇൻസ്റ്റഗ്രാം വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരിടാണ് ഇത്.
നമ്മൾ മലയാളികൾ അധികമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഈ സ്ഥലത്തെക്കുറിച്ചിട്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാം കുറേ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. ഈ കളർഫുൾ സ്റ്റെപ്സും പിന്നെ നല്ല ഭംഗിയുള്ള ഈ കളർഫുള്ളായിട്ടുള്ള ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ് അങ്ങോട്ട് പോകണമെന്ന്. അങ്ങനെ ഒരു സമയം കണ്ടെത്തി അങ്ങോട്ടേക്ക് പോയി. പക്ഷേ ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയായിരുന്നു. കുറച്ച് സ്റ്റെപ്പ് കയറിയപ്പോൾ ഒരിടം കണ്ടു. അപ്പോൾ അവിടേക്ക് പോയി ഞങ്ങൾ. അവിടെ ഒരു ക്യൂട്ട് കഫേ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സും ആക്സസറിയും വിൽക്കുന്നവരുണ്ടായിരുന്നു. ഒന്നും വാങ്ങിയില്ല, പക്ഷേ അവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നടന്നു. ഇതിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് മുമ്പെപ്പോഴോ കണ്ട ടർക്കിഷ് ഡ്രാമയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു ടർക്കിഷ് ഡ്രാമ സെറ്റിലൂടെ നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അവിടുന്ന് സ്റ്റെപ്പ് കയറിയിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോയി. മുകളിലെത്തിയപ്പോൾ ഈ ഒരു കെട്ടിടം കണ്ടു. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതൊരു ചേർച്ചാണെന്നാണ്. പിന്നീട് മനസ്സിലായി ഇതൊരു കോളേജാണെന്ന്. ഫെനാർ ഗ്രീക്ക് ഓർത്തഡോക്സ് കോളേജാണിത്. അവിടെ വന്നവരൊക്കെ അതിൻ്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും എടുത്തു. ഞങ്ങളുടെ മുമ്പിലൂടെ കുറച്ച് ടീനേജ് ഗേൾസ് നടക്കുന്നുണ്ടായിരുന്നു. അവർ ഓരോ സ്ഥലത്തുനിന്നും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് നല്ല കളർഫുള്ളാണല്ലോ. അപ്പോൾ ഇവിടുത്തെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ നല്ലൊരു സ്പോട്ടാണിത്. ഒരുപാടൊന്നും കാണാനില്ല ഇവിടെ. എല്ലാ നാട്ടിലെയും പോലെ ഇൻസ്റ്റഗ്രാം ഫേമസ് ആക്കിയ ഒരിടമെന്ന് പറയാം ഇതിനെ. പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗം നല്ല തിരക്കായിരുന്നു. ഇൻസ്റ്റഗ്രാം വീഡിയോസ് കണ്ടിട്ട് എത്തിയവരായിരിക്കണം. പിന്നെ കുറേ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയാൽ അത്ര തിരക്കുണ്ടായിരുന്നില്ല. അവിടെ ഒരു സ്ത്രീ ജ്യൂസും ഫ്രൂട്ട് കട്ട്സൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രഷ് ആയിട്ടായിരുന്നു തോന്നിയിരുന്നത്. പക്ഷെ വാങ്ങി കഴിച്ചപ്പോൾ മനസ്സിലായി അല്ല എന്ന്. വാട്ടർ മെലന് നന്നായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ചൂട് കാരണമായിരിക്കാം. അവിടുന്ന് പിന്നീട് ഞങ്ങൾ ടാക്സിം സ്ക്വയറിലേക്ക് പോയി. ടാക്സിം സ്ക്വയറിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനെന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. ഒരു ബാഗ് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബാഗൊന്നും കിട്ടിയില്ല. അപ്പോൾ മോൾക്കൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. ഐസ്ക്രീം തിന്നണമെന്നുള്ള ആഗ്രഹത്തോടെ ഒന്നും എല്ലാ ആളിവിടെ നിൽക്കുന്നത് ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രിയാണ് ഞങ്ങൾ തിരിച്ച് ദോഹയിലേക്ക് പോകുന്നത്. ഇന്ന് രാത്രിയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അതുകൊണ്ട് റൂമിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് നടന്നു. നടക്കാൻ നല്ല ക്ഷീണം ഉണ്ടെങ്കിലും ടാക്സി എടുക്കുന്നതിനേക്കാളും നല്ലത് നടക്കൽ തന്നെയാണെന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ടാക്സി എടുത്താൽ നമ്മൾ റൂമിൽ അരമണിക്കൂർ കൊണ്ട് എത്തും, നടന്നാൽ 10 മിനിറ്റ് കൊണ്ട് എത്തും. ഞങ്ങൾ രാവിലെ തന്നെ റൂമിൽ ചെക്കൗട്ട് ചെയ്തിട്ട് ലഗേജൊക്കെ റിസപ്ഷനിൽ വെക്കാനുണ്ടായത്. അതുകൊണ്ട് റൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിസ്കരിക്കാനായിട്ട് ഞങ്ങളൊരു പള്ളിയിലേക്ക് വന്നു. ഈ പള്ളിയുടെ ഇൻറ്റീരിയർ പെയിൻറ്റിംഗ് ഒക്കെ സാധാ കണ്ടുവരുന്ന പെയിൻറ്റിങ് പോലെയായിരുന്നില്ല. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇതിന്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. ഏഷ്യൻ സൈഡിലാണ് എയർപോർട്ടുള്ളത്. അതുകൊണ്ട് കുറേ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മളുടെ തുർക്കിയ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. കാപ്പഡോക്കിയയിലെ വിശേഷങ്ങളും ഇസ്താംബൂളിലെ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.